അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, നോക്കൂ, ബിൽക്കിസ് ബാനു എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ്. ജുഡീഷ്യറി പല നിലയിൽ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നു, പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു, വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലാണ് ബിൽക്കിസ് ബാനു ഉണ്ടാകുന്നത്. എങ്ങനെയാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ താങ്കൾ ബിൽക്കിസ് ബാനുവിൻ്റെ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധിയെ കാണുന്നത്? ശരിക്കും അതിജീവിതകളുടെ അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ റിമിഷൻ കൊടുക്കാമോ എന്നുള്ള ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നം, അങ്ങനെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു റിമിഷൻ നേടിയെടുത്തതും ഈ വിധിന്യായത്തിന്റെ ഭാഗമായി പരാമർശിച്ചിട്ടുണ്ട്. ഏകദേശം 250 പേജുള്ള ജഡ്ജ്മെന്റിൽ ഈ 3 കാര്യങ്ങളും ഗൗരവത്തോടെ തന്നെ സുപ്രീം കോടതി പരിശോധിച്ചിട്ടുണ്ട്. വളരെ ക്രൂരമായിട്ടുള്ള പീഡനം അനുഭവിക്കേണ്ടി വന്നു, തൻ്റെ കുടുംബത്തിലെ 7ഓളം പേർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു, അതുപോലെ ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിനിരയായി 3 വയസ്സുള്ള കൊച്ചിനെ നിലത്തടിച്ച് കൊല്ലുന്നത് കാണേണ്ടി വന്നു, തൻ്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരുന്ന മാസം പ്രായമുള്ള കൊച്ചിനെ നഷ്ടപ്പെട്ടു, മരണപ്പെട്ടു എന്ന് കണ്ട് അക്രമികൾ ഉപേക്ഷിച്ചു പോയി. ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ ക്രൂരതകളും നിമിഷ നേരം കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ് ബിൽക്കിസ് ബാനു. അതുപോലെ തന്നെ മുഖം മറയ്ക്കാതെ തന്നെ ധൈര്യത്തോടെ രംഗത്ത് വരികയും നിയമ പോരാട്ടം നടത്തുകയും സുപ്രീം കോടതിയിൽ ചെന്ന് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിധിന്യായത്തിലൂടെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഇതിൻ്റെ ട്രയൽ മാറ്റുകയും ആ സ്റ്റേറ്റിൽ നിയമ പോരാട്ടത്തിലൂടെ 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ പ്രതികൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനുള്ള തടവാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ റെസ്പോണ്ടന്റായി വയ്ക്കേണ്ടത് ഏത് സംസ്ഥാനത്താണോ ട്രയൽ നടന്നത് ആ സംസ്ഥാന ഗവൺമെന്റിനെയാണ് റെസ്പോണ്ടന്റായി വയ്ക്കേണ്ടത്. മഹാരാഷ്ട്രയിൽ CBI കോടതിയിൽ നടന്ന ട്രയലിൽ മഹാരാഷ്ട്ര ഗവൺമെന്റിനെ എതിർകക്ഷിയായി ചേർക്കാതെ ശരിക്കും ഗുജറാത്ത് ഗവൺമെന്റിനെ എതിർകക്ഷിയായി സുപ്രീം കോടതിയിൽ ഒരു SLP കൊടുക്കുകയും അതിൽ തങ്ങളുടെ ആവശ്യം ഗുജറാത്ത് ഗവൺമെന്റ് പരിഗണിക്കണമെന്നുള്ള ഒരു വിധി നേടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 2022 സ്വാതന്ത്ര്യ ദിനത്തിൽ റിമിഷൻ നേടി പുറത്തിറങ്ങുകയുമാണ് ചെയ്തത്. ആ റിമിഷൻ നേടി പുറത്തിറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്വ ഹിന്ദു പരിഷത്ത് വലിയ സ്വീകരണം കൊടുത്തു, പൂമാലയിട്ട് സ്വീകരിച്ചു. ആ ജയിൽ മോചിതരായിട്ട് വന്ന പ്രതികളുടെ കാൽ തൊട്ട് വന്ദിക്കുന്നതും അവർക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ സ്വീകരണം കൊടുക്കുന്നതുമെല്ലാം നാം കാണുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും നല്ലൊരു നിയമ പോരാട്ടത്തിലൂടെ ഒരു സുപ്രധാനമായിട്ടുള്ള വിധിന്യായത്തിലൂടെ ഈ റിമിഷൻ കൊടുക്കാൻ അധികാരമില്ല എന്നും, അതുപോലെ റിമിഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, അതുപോലെ ഒരു കേസിലെ വിക്ടിമിന്റെ അവകാശങ്ങളെക്കുറിച്ച്, അതുപോലെ റിമിഷൻ കൊടുക്കുമ്പോൾ കൊലപാതകവും ബലാത്സംഗവും അടക്കം കഠിനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ വിധിന്യായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സുഭാഷിണി അലി അടക്കം നിരവധി ആളുകൾ ഈ വിക്ടിമിനോടൊപ്പം തന്നെ നടത്തിയ നിയമ പോരാട്ടം, ആ നിയമ പോരാട്ടം ഏറ്റവും വിജയമായി മാറിയതിലും ഈ രാജ്യത്തെ ഇരകൾക്ക് നീതി കിട്ടാനും, അതുപോലെ തന്നെ കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് റിമിഷൻ നേടി ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ നേട്ടത്തോടു കൂടി തന്നെ കോടതിയെ കബളിപ്പിക്കുന്ന സാഹചര്യം നമുക്ക് കാണുകയാണ്. അതുകൊണ്ട് ഈ വിധിന്യായത്തെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇത് നല്ല സന്ദേശമാണ് നിയമവ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ